സ്വതന്ത്ര ചിന്തകനും എക്സ് മുസ്ലിമുമായ ആരിഫ് ഹുസൈൻ തെരുവോത്ത് അവതരിപ്പിക്കുന്ന കോയ കോളിംഗ് എന്ന യൂട്യൂബ് പ്രോഗ്രാമിന്റെ വാർഷികാഘോഷം നാളെ കോഴിക്കോട് നടക്കും. മലപ്പുറം ജില്ലയിൽ നിശ്ചയിച്ചിരുന്ന പരിപാടി മതമൗലികവാദികളുടെ ഭീഷണി മൂലമാണ് കോഴിക്കോട്ടേക്ക് മാറ്റിയത്. ആരിഫ് തിരൂരിൽ ഇറങ്ങിയാൽ കാലുവെട്ടുമെന്നും കല്ലെറിയുമെന്നും തീവ്ര ഇസ്ലാമിക സംഘടനകൾ വെല്ലുവിളിച്ചിരുന്നു. അനഘ ഹർഷനാണ് കോഴിക്കോട് നിന്ന് ചേരുന്നത്. അനഘ, ഈ കോയ കോളിംഗ് എന്ന പ്രോഗ്രാം നമ്മുടെ നാട്ടിലെ ജിഹാദികൾക്കും തീവ്ര മുസ്ലിങ്ങൾക്കും ഒരു വലിയ തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ആരിഫ് ഹുസൈൻ ഇവരെയൊക്കെ പൊളിച്ചെടുക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തിനെ മലപ്പുറത്ത് കാണുന്നത് അവിടുത്തെ ജിഹാദികൾക്ക് ഹാലിളകാൻ വഴിവെക്കും. അതിനാലാണോ ഇപ്പോൾ ഈ പരിപാടി കോഴിക്കോട്ടേക്ക് മാറ്റിയത്? തീർച്ചയായും ഗൗതം, എക്സ് മുസ്ലിമും ആക്ടിവിസ്റ്റും ഒക്കെ ആയിട്ടുള്ള ആരിഫ് ഹുസൈന്റെ കോയ കോളിംഗ് എന്ന പരിപാടിയുടെ വാർഷികാഘോഷമാണ് കോഴിക്കോട് വെച്ച് നാളെ നടക്കാൻ പോകുന്നത്. കോഴിക്കോട് കണ്ടകുളം ജൂബിലി ഹാളിൽ വെച്ച് രാവിലെ മുതലാണ് ഈ പരിപാടി ആരംഭിക്കുന്നത്. വിവിധ സംവാദ പരിപാടികളും വിവിധ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ആളുകളും ഒക്കെ ഈ പരിപാടിയിൽ സംവദിക്കും. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഈ പരിപാടി നടക്കുക എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പരിപാടി നിശ്ചയിച്ചിരുന്നത്, ഇതിന്റെ വാർഷികാഘോഷ പരിപാടികൾ നിശ്ചയിച്ചിരുന്നത് മലപ്പുറത്ത് വെച്ചായിരുന്നു. ഈ മലപ്പുറത്ത് പരിപാടിയുടെ നോട്ടീസ് അടക്കം പബ്ലിഷ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആ സമയത്താണ് വലിയ രീതിയിൽ മതമൗലികവാദികളുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള ഒരു ഭീഷണി ഈ ആരിഫ് ഹുസൈന് നേരിടേണ്ടി വന്നിട്ടുള്ളത്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ ഭീഷണിയാണ് ഉണ്ടായിരുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ തിരൂരിൽ, ഈ പരിപാടി നിശ്ചയിച്ച സ്ഥലത്തിന്റെ പേരാണ് മലപ്പുറം ജില്ലയിലെ തിരൂര്, ഈ തിരൂരിൽ കാല് കുത്തുകയാണെങ്കിൽ ആ കാലും തലയും വെട്ടിയെടുക്കും എന്നൊക്കെയുള്ള ഭീഷണി സന്ദേശങ്ങളാണ് പിന്നീട് വരാൻ തുടങ്ങിയത്. എങ്കിൽ പോലും അതെല്ലാം മാറ്റിവെച്ചും അവിടെ പരിപാടി നടത്തും എന്ന് തന്നെയായിരുന്നു സംഘാടകർ ഉറപ്പിച്ചിരുന്നത്. പക്ഷേ ഈ പരിപാടിക്ക് ഈ ബിൽഡിംഗ് വിട്ടു നൽകിയ ഓണർക്കും ഈ ഉടമയ്ക്കും വലിയ രീതിയിലുള്ള ഭീഷണി വന്നു. ഉടമ ബിൽഡിംഗ് വിട്ടുതരാൻ, ഈ പരിപാടി നടത്തുന്ന ഹാൾ വിട്ടുതരാൻ പറ്റില്ല, തന്റെ ജീവന് ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞു. അതിനെ തുടർന്നാണ് ഇപ്പോൾ പരിപാടി കോഴിക്കോടേക്ക് മാറ്റിയിരിക്കുന്നത്. കോഴിക്കോട് കണ്ടംകുളം ജൂബിലി ഹാളിലാണ് ഈ പരിപാടി നടത്തുന്നത്. ഈ ആരിഫ് ഹുസൈന്റെ കോയ കോളിംഗ് എന്ന പരിപാടിയാണ്. ഇത് യൂട്യൂബിലൂടെയുള്ള ഒരു പരിപാടിയാണ്. ഈ പരിപാടി തുടങ്ങിയതിന് ശേഷം അതിവേഗം കേരളം മുഴുവൻ ചർച്ച ചെയ്ത ഒന്നായിരുന്നു ഈ കോയ കോളിംഗ്. ഇസ്ലാമിക മതവുമായി ബന്ധപ്പെട്ട് ഈ ആളുകൾ അവരുടെ അറിവില്ലായ്മയെക്കുറിച്ച് കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു പരിപാടി കൂടിയാണ് ഈ കോയ കോളിംഗ്. പക്ഷെ അതിനെതിരെയാണ് ഇപ്പോൾ ജിഹാദികളും മറ്റുമൊക്കെ അതിരൂക്ഷമായ വിമർശനവും ഭീഷണിയും ഒക്കെയായി രംഗത്ത് വരുന്നത്. എന്തായാലും നാളെ രാവിലെ തന്നെ ഈ പരിപാടി ആരംഭിക്കും എന്നുള്ളതാണ് ഗൗതം. ഓക്കെ, എന്തായാലും കോയ കോളിംഗിന്റെ വാർഷികാഘോഷം കോഴിക്കോട്ട് നാളെ നടക്കാൻ പോവുകയാണ്. മലപ്പുറത്ത് നിശ്ചയിച്ചിരുന്ന പരിപാടിക്കെതിരെ ജിഹാദി ശക്തികൾ രംഗത്തെത്തിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് നാളെ കോഴിക്കോട് ആരിഫ് ഹുസൈന്റെ കോയ കോളിംഗിന്റെ വാർഷിക ആഘോഷ പരിപാടികൾ നടക്കുന്നത്. അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്.